Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമുക്ക് നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. ഇന്നലെ നമ്മൾ തയ്യാറാക്കിയിരുന്ന ഇന്നേക്ക് വേണ്ടിയുള്ള ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് നോക്കാം. 29/8/2024 25,156 എന്ന ലെവലിലായിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അത് ഏതാണ്ട് 97 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ 25,249 എന്ന ലെവലിലാണ് ഓപ്പൺ ആയി കണ്ടത്. അപ്പോൾ ഓപ്പൺ ആയതിനു ശേഷം ഇന്ന് നമുക്ക് അറിയാം, ഇത്രയും ഒരു മൂവ്മെന്റ് കുറഞ്ഞ, ഏറ്റവും കുറഞ്ഞ റേഞ്ചിൽ 70 പോയിന്റിൽ താഴെ അടുത്ത കാലത്തെങ്ങും നിഫ്റ്റി ഇത്തരത്തിൽ ഒരു മൂവ്മെന്റ് തന്നിരുന്നില്ല. പ്യുവർ കൺസോളിഡേഷൻ, എന്നാൽ ഹോൾഡിംഗ് 25,250 ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത്രയും ഹൈ ആയ ഒരു ഓപ്പണിംഗ് തന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ അഥവാ ഒരു ടാർഗറ്റ് ലെവലിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത്. അവിടെ 5 മിനിറ്റ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് തന്നത്. എന്നാൽ അവിടെ നിന്നും സപ്പോർട്ട് എടുത്ത് അപ്വേർഡ് പോകാം എന്ന ഒരു താല്പര്യം നിഫ്റ്റി കാണിച്ചിരുന്നെങ്കിലും ഒരു ക്ലോസിംഗ് ലഭിച്ചില്ല. പ്രൈസ് ആക്ഷൻ പ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ക്ലോസിംഗ് എബോവ് ലഭിക്കാതെ വരികയും, അഥവാ അങ്ങനെ ഇതൊരു അപ്വേർഡ് ഡയറക്ഷൻ ആണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും തുടർന്ന് ഒരു ഡിക്ലൈൻ കിട്ടി വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ വളരെ ക്ലീനായി ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്ത് പോരുകയാണ് ചെയ്തത്. അപ്പോൾ മാത്രമാണ് ഒരു ട്രേഡിനുള്ള ചാൻസ് നമുക്ക് ലഭിക്കാവുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയ ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തോന്നിയപ്പോൾ കൃത്യമായും ഒരു ട്രേഡ് എടുക്കാൻ സാധിച്ചവർക്ക് ഒരു 40-45 പോയിന്റിന്റെ മൂവ്മെന്റ് ഡൗൺ സൈഡിലോട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ ഒരു പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഒരു ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തെങ്കിൽ പോലും ഡൗൺ സൈഡിൽ ക്ലോസ് ചെയ്തില്ല. അവിടുന്ന് നിഫ്റ്റി വീണ്ടും ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. റിവേഴ്സ് കയറി. എന്നാൽ ഈ റേഞ്ച് ഒന്നും വ്യക്തമായ ഒരു ട്രേഡ് എടുക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ ബൗണ്ടറികൾ വരച്ചു വെച്ചുകൊണ്ട് ഇത്ര മാത്രമേ റേഞ്ച് ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലെത്തിയപ്പോൾ കോൾ ഓപ്ഷനും അപ്പർ സൈഡിലെത്തിയപ്പോൾ പുട്ട് ഓപ്ഷനും ബൈ ചെയ്തവർക്കെല്ലാം പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു ട്രെൻഡ് നൽകാത്തതുകൊണ്ട് അത്ര വ്യക്തമായ ട്രേഡ് ആർക്കും തന്നെ ഒരു നല്ല ടാർഗറ്റിലോട്ട് ഒരു നിശ്ചിത ക്വാണ്ടിറ്റി മാത്രം എടുത്തുകൊണ്ട് ഒരു നല്ല ടാർഗറ്റ് കവർ ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് റേഞ്ചുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു 12-1 മണിക്ക് ശേഷം പ്രൈസ് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ പബ്ലിക് ചാനലിൽ 25,277 എന്ന ഒരു ടാർഗറ്റ്, എക്സ്പെക്ടിങ് ടാർഗറ്റ് എന്ന രീതിയിൽ കൊടുത്തിരുന്നു. എന്നാൽ അതുപോലും എത്തിയിരുന്നില്ല. 25,268 എന്ന ലെവൽ വരെ ഉള്ള ഒരു അപ്പ് മൂവ് മാത്രമേ തന്നിരുന്നുള്ളൂ. അതും ഈ വരവിന് സംഭവിച്ചില്ല. വീണ്ടും നല്ല ഡിക്ലൈൻ തന്നു. ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് വീണ്ടും അപ്വേർഡ് വരികയാണ് ചെയ്തത്. ഇതിനെയെല്ലാം യൂസ് ചെയ്യാൻ ഒരു വിപതി ധൈര്യം തോന്നിയവർക്ക് മാത്രം ഇന്നൊരു ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഒത്തിരി ട്രേഡുകൾ പല പ്രാവശ്യം ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലേ ഉള്ളൂ. അതല്ലാതെ ഒരു നല്ല ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്ന് എന്ന് യാതൊരു കാരണവശാലും പറയാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ലെവലുകളെ കണക്കാക്കിക്കൊണ്ട് നാളെ, അതായത് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് നെക്സ്റ്റ് മാർക്കറ്റുള്ള ദിവസത്തേക്കായിട്ട് നമുക്ക് എന്താണ് ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാകേണ്ടത്, അതല്ലെങ്കിൽ അതെങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിഫ്റ്റിയിൽ 25,232 എന്ന ലെവലിലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 25,327 എന്ന ലെവലിലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിനിടയിൽ ഇന്ന് മാർക്കറ്റിൽ ഞാൻ രേഖപ്പെടുത്തിയിരുന്ന 25,277 തന്നെയാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ്. അതുപോലെ 296 എന്ന ലെവലുകളുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തിങ്കളാഴ്ച അടുത്ത വർക്കിംഗ് ഡേയിലെ മാർക്കറ്റ് ഡേയിലെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇതൊക്കെയാണെങ്കിലും ഈ ലെവലിന് മുകളിൽ കയറി ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ മാത്രം, ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് എങ്കിലും അതിന് മുകളിലോട്ട് കയറി ഈ ലെവലൊക്കെ മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും അല്പം കൂടി അപ്വേർഡ് പോയേക്കാം. 25,327 എന്ന ലെവലൊക്കെ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലും വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടിയാൽ പോലും ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഡൗൺവേർഡ് ട്രേഡ് ചെയ്യാം. എന്നാൽ പ്രധാനമായും ട്രെൻഡ് അല്പം ഡൗൺ ആയേക്കാം എന്നൊരു ചിന്ത വരുന്നത് 25,206 എന്ന ഈ ലെവലിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്ലോസ് ആവുകയാണ്. അങ്ങനെ ക്ലോസ് ആവുകയും കിട്ടുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്പോഴും ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാവുന്നതാണ്. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഞാൻ പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അല്പം കൂടി ഡൗൺ സൈഡിലോട്ട് പ്രൈസ് മൂവ് ചെയ്തേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 25,206, 174, 25,130, 102, 25,041 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഇന്നലെ വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ സൈഡിലുള്ള ലെവലുകൾ കാണാൻ കഴിയുന്നില്ല എന്ന് പലരും എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് തന്നെയുമല്ല വാട്സപ്പിലും എനിക്ക് പലരും കോൺടാക്ട് ചെയ്തിരുന്നു. പക്ഷേ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇന്നത്തേക്ക് വേണ്ടിയതുമാണ് പിന്നെ മാറ്റിയെടുക്കാനുള്ള ഒരു അസൗകര്യം നേരിട്ടുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചിരുന്നത്. എന്നാൽ എന്നെ കോൺടാക്ട് ചെയ്തവരുടെ എല്ലാം രാവിലെ 8:30 ഞാൻ നമ്മുടെ പബ്ലിക് ചാനലിൽ ലെവലുകൾ പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ അപ്രകാരം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന കരുതുന്നത്. ഏതായിരുന്നാലും വന്ന ഒരു മിസ്റ്റേക്ക് എന്നെ അറിയിക്കാൻ മനസ്സ് കാണിച്ച എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്നലെ എന്തായിരുന്നാലും നമ്മുടെ ചാനലിൽ വളരെയധികം ലൈക്കുകളും കമൻറ്റുകളും കൂടി കണ്ടിരുന്നു. അപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. നമ്മളുടെ ചാനൽ ഗുണകരമെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും നിങ്ങളത് ചെയ്തു തരിക. എങ്കിലും വ്യൂവിനനുസരിച്ചുള്ള ഒരു ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല. അത്രയുമെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് നമ്മളോടും കാണിക്കുമ്പോഴാണ് ഇത് നമ്മൾക്കും ചെയ്യാൻ തോന്നുക. നിങ്ങൾ ആരൊരാൾ ഒരു വാട്സാപ്പിലൂടെ ഒരു സംശയം ചോദിച്ചാലും ഞാൻ അതിന് പ്രതികരിക്കാറുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് പ്രതീക്ഷിക്കാവുന്നതാണെന്നാണ് എൻ്റെ വിചാരം. അപ്പം നിങ്ങളത് നൽകുമെന്ന് തന്നെ കരുതുന്നു. ഓക്കെ, അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ലെവലുകൾ എന്താണ്, പ്ലാൻ എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ആയിട്ടുള്ളത് 51,319 എന്ന ലെവലിൽ. അപ്പോൾ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്ന അല്പം വീക്കാണെന്ന്, എങ്കിലും അത് ഇന്ന് ഉയരം കാണിച്ചിട്ടുണ്ട്. വീണ്ടും കറക്റ്റ് ചെയ്താലോ എന്നാണ്. ഈ ആഴ്ച തീരുന്നു, ഈ മാസം തീരുന്നു. അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഇതെങ്ങനെ ഓപ്പൺ ആകും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നതല്ല. അപ്പോൾ പ്രൈസ് ഇവിടെ ക്ലോസ് ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്നത്തെ ലോ ഈ ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 51,252 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ആദ്യത്തെ ലെവൽ 51,381 അത് ഇത്തരത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രധാനമായും ഒരു ആദ്യത്തെ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ലെവൽ 51,168 എന്നാണ്. പ്രൈസ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തൊട്ട് മുകളിലും താഴെയുള്ളത് രേഖപ്പെടുത്തുന്നു എന്ന് മാത്രം. വളരെ ചെറിയ റേഞ്ച് തന്നെയാണ്. അപ്പോൾ 51,168 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ 51,381 ലെവലാണ് ആദ്യമേ ലഭിക്കാവുന്ന റെസിസ്റ്റൻസും. അതുപോലെ 51,469 എന്ന ഇന്നത്തെ ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ഇവിടെ ക്ലോസ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ അടുത്ത മൊമെന്റ് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ളത് കണക്കാക്കിയാണ് ഞാൻ ഇത്തരത്തിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് മാത്രം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് തിങ്കളാഴ്ച ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ എന്നുള്ളതാണ് എൻ്റെ കണ്ടീഷൻ. ഞാൻ ഈ ട്രേഡിംഗ് പ്ലാനിൻ്റെ കണ്ടീഷൻ. അത് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആയ അതിനനുസരിച്ച് പ്രൈസ് നൽകുന്ന മൂവ്മെന്റിലോട്ട് നമ്മൾ ട്രേഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോഴും എല്ലാം ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ ഞാൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ, തിങ്കളാഴ്ച ലഭിക്കുന്നതെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള എവിടെ വരെയാണോ പ്രൈസ് മൂവ് ചെയ്തത് അതിനുശേഷം സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള ഒന്നുകിൽ ആ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഞാൻ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അതായത് പ്രധാന സപ്പോർട്ടിന് താഴെ ക്ലോസ് ആവുക എന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് ലഭിക്കുകയാണെങ്കിൽ ഡേയ്സ് ഹൈ അപ്പോഴ് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെ ചെയ്യാതെ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുകയും ചെയ്യും.
അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് ഈ ലെവലിന് താഴോട്ട് ഒക്കെ വരികയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡൗൺവേർഡ് വന്നേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെ സിക്സ് ആഗായി വീണ്ടും പ്രൈസ് ഡിക്ലൈൻ തരികയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഞാനിവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് വരുന്നു. 50,983, 938, 854, 775, 705 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. വീഡിയോ പോസ്റ്റ് ചെയ്താൽ തീർച്ചയായും കാണാൻ കഴിഞ്ഞേക്കും. 50,471 പിന്നെ താഴെ ഒരു പ്രധാന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എന്നാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ, പ്രൈസ് എവിടെ വരെയാണോ വന്നിട്ടുള്ളത്, എവിടെ വരെ വന്നതിന് ശേഷമാണ് ഒരു പ്രൈസ് ഓപ്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയി ഒരു സ്റ്റോപ്പ് ലോസ് ഐക്കൺ കൊണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രൈസ് എവിടെ നിന്നാണോ വരുന്നത് അതിനുശേഷം മുകളിലോട്ട് എവിടെയാണോ ഇതിന് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്നുള്ള റേഞ്ച് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ റേഞ്ച് ഉണ്ട്, ഒരു ടാർഗറ്റ്, ഒരു ഓപ്ഷൻ വാങ്ങിയാൽ ഒരു ടാർഗറ്റ് ലഭിക്കാനുള്ള ഒരു റേഞ്ച് ഉണ്ട് എന്ന് തോന്നിയാൽ മാത്രമാണ് ഞാൻ അവിടെ ഒരു ട്രേഡ് എടുക്കാറ്. ഇത് വളരെ ക്ലോസ് ആയിട്ടാണ് റേഞ്ചുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും താഴോട്ട് ബ്രേക്ക് ചെയ്യാതെ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു ഫീൽ ചെയ്താൽ ഈ ലെവൽ ടാർഗറ്റായി കണക്കാക്കാം. എന്നാൽ അവിടെ കയറി ക്ലോസ് ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ഡേയ്സിലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അപ്പോൾ ഈ ലെവൽ ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിലോട്ട് കിടക്കുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കാറുള്ള ടാർഗറ്റ്. പക്ഷേ മൂവ്മെന്റ് നമുക്ക് മുൻകൂട്ടി അങ്ങനെ പറയാൻ കഴിയില്ല. എങ്കിലും ഇതാണ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. എന്നാൽ ഈ ലെവലിന് മുകളിൽ കടന്ന് ഒരു 15 മിനിറ്റ് ക്യാൻഡിലൊക്കെ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് പോയേക്കാം. അങ്ങനെയാണെങ്കിൽ ലഭിക്കാവുന്ന ആദ്യത്തെ പ്രധാന റെസിസ്റ്റൻസ് ആണ് 51,575. തുടർന്ന് 638, 728, 884 എന്നിങ്ങനെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാണാം എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പം ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലേക്കുള്ള തിങ്കളാഴ്ച തന്നെയുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. അടുത്തതായി സെൻസെക്സിൽ എന്താണ് ലെവലുകൾ എന്ന് നോക്കാം. 82,350 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് ഞാൻ കാണുന്നത്. അതുപോലെ 82,782 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 82,526, ഇന്നത്തെ ഉയരമായ 82,639 എന്നിങ്ങനെയാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇവിടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നാളെ മൺഡേയിൽ തിങ്കളാഴ്ച ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിലെങ്കിലും, ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിലെങ്കിലും കിടക്കുക എന്നതാണ്. എന്നാൽ ഈ ലെവലിൽ മുകളിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വരുമ്പോൾ ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ഡേയ്സിലോ ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ഡയറക്ഷൻ പോവുകയാണെങ്കിൽ മാത്രമാണ് കോൾ ഓപ്ഷൻ വാങ്ങാൻ ഞാൻ താല്പര്യപ്പെടുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഡേയ്സിലോ അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഹോൾഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിലാണ്. അതായത് ഇന്നത്തെ ഉയരമായ 82,639 എന്ന ലെവലിന് മുകളിലാണ് ക്ലോസ് ചെയ്യേണ്ടത്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും ഡിക്ലൈൻ കിട്ടുകയും അപ്വേർഡ് പോവുകയും ചെയ്തേക്കാമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റാണ് 82,782, 874, 83,032 എന്ന് പറഞ്ഞാൽ 83,000. അതെല്ലാം ബിഗ് റൗണ്ട് നമ്പേഴ്സാണ്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അതുകൊണ്ട് ടാർഗറ്റുകൾ വളരെ വേഗം ബുക്ക് ചെയ്ത് റീ എൻറ്റർ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അതിനെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഇതിന് താഴെയാണെങ്കിലും സപ്പോർട്ടിന് താഴെ ക്ലോസ് ചെയ്യണമെന്നാണെങ്കിലും ഇന്നത്തെ ലോയായ 82,254 എന്ന ലെവലിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിലാണ് മാർക്കറ്റ് അല്പം വീക്ക് ആയേക്കാം എന്ന് ഞാൻ കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് അല്പം കൂടി കറക്റ്റ് ചെയ്തേക്കാം എന്നാണ് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 82,188, 82,025, 81,850, 778, 678, 575 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്
ബാക്കിയുള്ളവയെല്ലാം ഇന്നലെയെല്ലാം നിങ്ങൾ രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ്. കാണാം എന്ന് തന്നെയാണ് കരുതുന്നത്. താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്ത് ലെവലുകൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നു വരുന്നു. നിങ്ങൾക്കറിയാം, ഇത് ഞാൻ വ്യക്തിപരമായ എൻ്റെ ആവശ്യത്തേക്കായി തയ്യാറാക്കുന്ന പ്ലാനാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഉത്തരവാദിത്വം, റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. അപ്പോൾ പതിവ് പോലെ നിങ്ങൾ ആദ്യമായാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലിനെ ഗുണകരമെന്ന് തോന്നുമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനായി നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും കമന്റുകളും തീർച്ചയായും ആവശ്യമാണ്. അവ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സഹകരിക്കുമല്ലോ. അപ്പോൾ അടുത്ത ദിവസവും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്